നിരാലംബരും നിരക്ഷരും ദരിദ്രരുമായ ഒരു ജനവിഭാഗത്തെ ബുദ്ധിയും ശക്തിയും കഴിവും ഉപയോഗിച്ച് സ്വന്തം ചൊൽപ്പടിയിലാക്കി അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ചും മറ്റു രീതിയിലും പേടിപ്പിച്ചും പീഡിപ്പിച്ചും അവരുടെ രക്തം കണ്ണുനീരും വീണ് കുതിർന്ന ആ മണ്ണിൽ ഉയർന്നു വന്നതാണ് കൊട്ടാരങ്ങളും കോട്ടകളും കോവിലകങ്ങളുമെല്ലാം. ഭരണം നിലനിർത്തുന്നതിനു വേണ്ടിയും സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയും രക്തബന്ധത്തെ പോലും മാനിക്കാതെ അവരെ എല്ലാം കൊന്നൊടുക്കി അധികാരം നിലനിർത്താൻ കാണിച്ചിട്ടുള്ള വ്യഗ്രതകളെല്ലാം നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ കഴിയും. അത്തരത്തിൽ കടന്നു പോകുന്ന ചരിത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് ഒരു സംഭവമാണ്, ഒരു ചെറിയൊരു കഥാപാത്രത്തിനെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നമസ്കാരം, എൻട്രാകൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും, പ്രത്യേകിച്ച് കമന്റ് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും, ലൈക്ക് അടിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനും, ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ തമ്പുനയിൽ കൊടുത്ത പോലെ അനന്തപത്മനാഭൻ എന്ന ഒരു കഥാപാത്രം CV രാമൻപിള്ളയുടെ നോവലിലുണ്ട്. സുഭദ്ര എന്ന സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാള് ഇല്ലായിരുന്നു എന്നും ഉണ്ടായിരുന്നു എന്നും രണ്ടു പക്ഷമുള്ള ആളുകളുമുണ്ട്. വായിക്കുന്നതിന്റെ കുറിപ്പുകൾക്ക് ഇടയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് യാദൃശികമായിട്ട് ശ്രീ കവിஞർ കുമാരി കവിஞർ വരദരാജന്റെ കുറിപ്പുകളിലൂടെ പോയത്. ഇത് റീപബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ശബരിമുത്തുവാണ്. അദ്ദേഹത്തിൽ നിന്ന് ആ കുറിപ്പ് വായിച്ചപ്പോൾ തെളിവ് സഹിതം കുറെ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഈ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്നതാണ് ഈ കുറിപ്പുകളിലൂടെ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരിൽപ്പെട്ട ആളാണത്രേ കുമാരി കലൈഞ്ചർ വരദരാജൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്, അതായത് ഇദ്ദേഹത്തെ കുറിച്ചുള്ള കോപ്പർ പ്ലേറ്റ്, അതുപോലെ സ്വോർഡ്, ഇതെല്ലാം, അതായത് ഇതിന് വാളെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ജനിക്കുന്നത് 1698 AD 1698. അത് മലയാള മാസം പറയുകയാണെങ്കിൽ 873 ചിങ്ങമാസം 24-നാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പിതാവിന് മറ്റൊരു പരിവേഷം കൂടിയുണ്ട്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് താണു മലയ പെരുമാൾ എന്നാണ്. താണു മലയ പെരുമാൾ എന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹം ക്ഷത്രിയനാണോ, രാജാവ്, അല്ലെങ്കിൽ ഏത് കാസ്റ്റിൽപ്പെട്ടതാണെന്നൊരു സംശയം ഉണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തില് ഇദ്ദേഹം ആദ്യകാലങ്ങളിലെ ആയി കിങ്ഡം എന്നും പിന്നീട് ചേര കിങ്ഡം എന്ന് അറിയപ്പെട്ട അവരുടെ പിൻതലമുറക്കാരായ തൃപ്പാപ്പൂർ സ്വരൂപത്തിൽപ്പെട്ട അവരുടെ അനന്തരാവകാശികളിൽപ്പെട്ട ഒരാളായിരുന്നു ഈ താണു മലയ പെരുമാൾ. അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ പത്നി ലക്ഷ്മി ദേവിയാണ്. അപ്പോ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ജനിക്കുന്നത് അമ്മയുടെ വീട്ടിലാണ്. അതായത് ചാരോട് പാലസ് എന്ന് പറയും. ചാരോട് എന്ന് പറയുന്നത് പത്മനാഭപുരം പാലസിൽ നിന്ന് 700 മീറ്റർ ദൂരത്ത് പോയി കഴിഞ്ഞാലാണ് ഈ വീട് ഉണ്ടായിരുന്നത് അത്രേ. അപ്പോ അച്ഛന്റെ വീട് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അച്ഛന്റെ വീട് ഒരു 64 മുറികളുള്ള വലിയൊരു വീടായിരുന്നു. അത് ഉണ്ടായിരുന്നത് തച്ചൻ വില്ലൈ എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വീട് എന്ന് കൊടുത്തിരിക്കുന്നത് അറിയില്ല. കോവിലകമൊന്നും കാണാനില്ല, കൊട്ടാരമൊന്നും കാണാനില്ല, വീടെന്നാണ് കുറിച്ചിരിക്കുന്നത്. ഇത് കണ്ണന്നൂരുള്ള ഒരു കണ്ണന്നൂരുള്ളതാണ്, വേണാടുള്ള കണ്ണന്നൂരുള്ള തച്ചൻ വില്ലൈ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ അച്ഛന്റെ വീടുണ്ടായിരുന്നത്. അപ്പോ ജനിച്ചത് ഇവിടെയാണെങ്കിലും പിന്നീട് അദ്ദേഹം വളരുന്നത് ഒക്കെ ഈ അച്ഛന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന് പേര് കൊടുത്തത് അച്ഛൻ തന്നെയാണ്, അനന്തപ്പെരുമാൾ. ഈ അനന്തപ്പെരുമാൾ എന്ന് പറയുന്നത് അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേരായിരുന്നു. ഇദ്ദേഹത്തിന് 2 സഹോദരന്മാരുണ്ടായിരുന്നു, പൊന്നം പെരുമാളും മായക്കൊണ്ട പെരുമാളും. അതുപോലെ 2 സഹോദരിമാരുണ്ടായിരുന്നു, തങ്കപ്പഴവും അതുപോലെ തന്നെ സരസ്വതി ദേവിയും. ഇവയാണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം പറയുന്നത്. പത്മനാഭ എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മാവൻ ഇദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. ചിലര് അദ്ദേഹത്തിനെ ബാബു അരസൻ എന്നും വിളിച്ചിരുന്നു. മറ്റു ചിലര് ഇളവീരൻ രാജ എന്നും വിളിച്ചിരുന്നതായിട്ട്
കൊടുത്തിട്ടുണ്ട്, കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തിനെ അനന്തപത്മനാഭൻ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് അനന്തപത്മനാഭൻ എന്ന് പേര് കിട്ടുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ഒരു രക്തബന്ധം ഈ അനന്തപത്മനാഭന് ഉണ്ടായിരുന്നു എന്നതാണ് ഈ കുറിപ്പിലൂടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഈ തിരുമല പെരുമാളിന് 100ഓളം, അതായത് സ്വന്തമായി 100ഓളം അടിമകൾ ഉണ്ടായിരുന്നു അത്രേ ആ കാലഘട്ടങ്ങളിൽ. അദ്ദേഹം രാമവർമ്മയുടെ പ്രധാനപ്പെട്ട സേനാധിപതിയും അതുപോലെ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ചുമതല അല്ലെങ്കിൽ അത് നോക്കുന്നതിന്റെയും യുദ്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ പെരുമാളായിരുന്നു. അതായത് തിരുമല പെരുമാളായിരുന്നു. അപ്പോ ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് അനന്തപത്മനാഭന് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ആയുധ പരിശീലനമൊക്കെ ലഭിക്കുന്നത്. ഈ തിരുമല നായ്ക്കൻ എന്ന് തിരുമല പെരുമാൾ എന്ന് പറയുന്ന ആളുടെ കീഴിൽ 108 കളരിയോളം ഉണ്ടായിരുന്നു. ഈ 108 കളരിക്ക് അധിപനായിരുന്നു അത്ര അദ്ദേഹം. അങ്ങനെ അവിടെ വെച്ചാണ്, അതായത് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് അനന്തപത്മനാഭന് എല്ലാവിധത്തിലുള്ള ആയുധ പരിശീലനങ്ങളും ലഭിക്കുന്നത്. വാൾ, വിൽ, അടിവലൈ, പിന്നെ ചിലമ്പം, കുരുത്തടി, നെടുന്തടി, ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള 64ഓളം ആയുധ പരിശീലനം നേടിയ അതിലൊരു മാസ്റ്ററായ വ്യക്തിയാണ് ഈ അനന്തപത്മനാഭൻ എന്നാണ് പറയുന്നത്. അപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു അറബി നാട്ടിലേക്ക് വന്നപ്പോൾ ആ അറബിയാണ് അത്ര അദ്ദേഹത്തിന് കുതിര പയറ്റ് അല്ലെങ്കിൽ കുതിരയുടെ മുകളിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതിന് ശേഷം ഇതേ സമയത്ത് തന്നെയാണ് പപ്പു തമ്പി, അതായത് രാമൻ തമ്പിയും പപ്പു തമ്പിയും ഇതേ കളരിയിൽ വന്ന് എല്ലാ അഭ്യാസങ്ങളും നേടുന്നത്. ആ സമയത്തൊന്നും മാർത്താണ്ഡവർമ്മയ്ക്ക് ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ അഭ്യാസം നേരിട്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൽ പറഞ്ഞിരുന്നു. ഇവരും വളരെയധികം പ്രാഗൽഭ്യം സൃഷ്ടിച്ച വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇവരും വളരെയധികം കഴിവുണ്ടായിരുന്ന വ്യക്തികളാണ് ആയുധ പരിശീലനത്തിന്. ആദ്യമായിട്ട് അനന്തപത്മനാഭന്റെ ആയുധ പരിശീലനം രാമവർമ്മയുടെ മുന്നിലാണ് അവതരിപ്പിക്കുന്നത് ശുചീന്ദ്രത്ത്. അപ്പോ ശുചീന്ദ്രത്തിലെ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ അന്ന് രാമവർമ്മ രാജാവായിട്ടില്ല, അന്ന് രാജകുമാരനാണ്. അദ്ദേഹം പിന്നീട് രാജാവാകുന്നത് 1724 മുതൽക്ക് 1728 വരെയാണ്. അപ്പോ അന്ന് വെറും 15 വയസ്സ് മാത്രമേ അനന്തപത്മനാഭൻ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പയറ്റിന്റെ വീര്യം അല്ലെങ്കിൽ ആ ഒരു വേഗതയും കഴിവും കണ്ട് അത്ഭുതപ്പെട്ടു പോയ രാജാവ് അല്ലെങ്കിൽ രാമവർമ്മ, അന്ന് രാജാവല്ല, രാമവർമ്മ അദ്ദേഹത്തിന് നൽകിയതാണ് അത്രേ ഈ പരന്താമൻ എന്ന് പറയുന്ന ഒരു പട്ടം. പരന്താമൻ എന്ന് തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേവ്, ധീരനായ യോദ്ധാവ് എന്നാണ് അർത്ഥം. ഇത് കൊടുക്കുന്നത് 1713 കൊല്ലവർഷം 1713 മാർഗഴി തിരുവിഴയ്ക്കാണ് ഈ സംഭവം നടക്കുന്ന. കുറെ ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഈ പയറ്റ് നടക്കുന്നത്. അപ്പോ അന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് ശരിക്കും യഥാർത്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥത്തിലുള്ള ആ വാള് ഇന്ന് കുമാരി കവിഞ്ഞർ KP വരദരാജന്റെ വീട്ടിലാണ് ഉള്ളത്. പത്മനാഭപുരം പാലസിൽ സൂക്ഷിച്ചിരിക്കുന്ന വാൾ ഇതായിട്ട് സാമ്യമുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ മാർത്താണ്ഡവർമ്മ ഈ കാലഘട്ടത്തിലാണ് തിരുമല നായ്ക്കന്റെ അടുത്തേക്ക് വരുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് മാർത്താണ്ഡവർമ്മയ്ക്കും അതായത് മക്കൾക്കും രാമവർമ്മ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് തമ്പി ബ്രദേഴ്സിന് അല്ലെങ്കിൽ തമ്പി സഹോദരന്മാർക്ക് കൽക്കുളവും അതുപോലെ തന്നെ നാഗർകോവിലും പ്രദേശത്തിന്റെ രാജാക്കന്മാരായിട്ട് അവരെ നിർത്തി. നെയ്യാറ്റിൻകര ഇതിന്റെ അധിപനായിട്ട് അല്ലെങ്കിൽ രാജാവായിട്ടാണ് മാർത്താണ്ഡവർമ്മയെ നിയമിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് തർക്കം, അച്ഛന്റെ സ്വത്തില് അല്ലെങ്കിൽ അച്ഛന്റെ താവഴി വരണോ അമ്മയുടെ താവഴി വേണോ എന്നാണ്. യഥാർത്ഥത്തില് 13-ാം നൂറ്റാണ്ട് വരെ അവിടെ ഉണ്ടായിരുന്നത് മക്കത്തായ സമ്പ്രദായമായിരുന്നു. 13-ാം നൂറ്റാണ്ടിലെ വേണാടിലെ ഒരു രാജാവ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനന്തരാവകാശിയായിട്ട് മക്കൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മക്കളില്ലാതിരുന്നത് കൊണ്ട് ഒരു സഹോദരിയുടെ ഒരു പുത്രനെ രാജാവാക്കി. അങ്ങനെ 13-ാം നൂറ്റാണ്ട് മുതൽക്കാണ് പിന്നീട് ഇവിടെ മരുമക്കത്തായത്തിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അതിന് വേറെയും ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് മക്കത്തായമാകുമ്പോൾ രാജാക്കന്മാർക്ക് ക്ഷത്രിയരല്ലാത്ത സ്ത്രീകൾ അവരുമായിട്ട് ബാന്ധവം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ മക്കൾ ഉണ്ടാവും. അതേസമയം പെങ്ങള് അല്ലെങ്കിൽ ഇവര് പെണ്ണ് കൊടുക്കുന്നത് ക്ഷത്രിയർക്കോ ബ്രാഹ്മണർക്കോ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ആ കാലഘട്ടങ്ങളിൽ.
അപ്പൊ ഇതിലുണ്ടാകുന്നത് ഈ രാജാവിനുണ്ടാകുന്ന മക്കൾ ക്ഷത്രിയരാകില്ല എന്നുള്ളത് കൊണ്ടാണത്രേ പിന്നീട് ഈ മരുമക്കത്തായത്തിലേക്ക് വന്നത് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പൊ എന്തായാലും വേണ്ടില്ല, അങ്ങനെയാണ് ഈ തർക്കം തുടങ്ങുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ തമ്പി ബ്രദേഴ്സ് അല്ലെങ്കിൽ തമ്പി സഹോദരന്മാർക്ക് അവർക്ക് അച്ഛന്റെ സ്വത്ത് വേണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, വെള്ളാളപ്പിള്ളയാണ് അവര്. അവിടെ മക്കത്തായമാണ് അവരുടെ ഇതിലുണ്ടായിരുന്നത്. അമ്മ വെള്ളാളപ്പിള്ളയിലാണ് പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തമ്പി ബ്രദേഴ്സ് വരുന്നു. മാർത്താണ്ഡവർമ്മയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം മക്കത്തായം സമ്പ്രദായത്തിലേക്ക് വേണം എന്ന് പറയുന്നു. അപ്പൊ കോലത്തിരിയിൽ നിന്ന് ദത്തെടുത്ത ഒരു പെൺകുട്ടിയിൽ ഉണ്ടായ ഒരു സന്താനമാണ് ഈ മാർത്താണ്ഡവർമ്മ. അതിന്റെ പരമ്പരയിൽപ്പെട്ടതാണ് മാർത്താണ്ഡവർമ്മ. അപ്പോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും രാമവർമ്മ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് നെയ്യാറ്റിൽ കൽക്കുളവും അതുപോലെ തന്നെ നാഗർകോവിലും ഒക്കെ മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കിയതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തർക്കങ്ങൾ രൂക്ഷമായി. അന്ന് ഈ 8 വീട്ടിൽ പോറ്റിമാർക്കും അതുപോലെ 8 വീട്ടിലല്ല, അതായത് 8.5 യോഗം പോറ്റിമാരും അതുപോലെ 8 വീട്ടിൽ പിള്ളമാരുടെയും നിയന്ത്രണത്തിലായിരുന്നു. അവർ പ്രഗത്ഭരായിരുന്നു. അങ്ങനെ പിന്നീടാണ് തമ്പി ബ്രദേഴ്സിന് അല്ലെങ്കിൽ തമ്പി സഹോദരന്മാർക്ക് ഇവരുടെ സഹായം ലഭിക്കുന്നത്. അങ്ങനെ നെയ്യാറ്റിൻകരയിലെ മാർത്താണ്ഡവർമ്മയെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിനെ കൊല്ലാനുള്ള പദ്ധതിയായിരുന്നു. അവിടുന്ന് അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നതിന് മുമ്പ് ആറ്റിങ്ങൽ റാണിയോട് പോയിട്ട് മധുര നായ്ക്കനാർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആറ്റിങ്ങൽ റാണി അത് റിഫ്യൂസ് ചെയ്തു, അത് നിരസിച്ചു. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. മാർത്താണ്ഡവർമ്മയെ പിടിക്കാനെന്ന് വിചാരിച്ചിട്ടാണോ, പണം ഇല്ലാത്തത് കൊണ്ടാണോ, അല്ല 8 വീട്ടിൽ പിള്ളമാരുടെ സമ്മർദ്ദം മൂലമാണോ എന്നുള്ളതും വ്യക്തമല്ല. അപ്പൊ എങ്ങനെയായാലും പിന്നീട് അദ്ദേഹം അഭയം പ്രാപിക്കുന്നത് ഈ തിരുമല പെരുമാളുടെ വീട്ടിലാണ്. കാരണം അദ്ദേഹം 108 കളരിക്ക് ആശാനാണ്. അദ്ദേഹത്തിന്റെ വീട് ആരും ആക്രമിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് അവിടെ വരുന്നു. ഈ തിരുമലയ പെരുമാളിന് എപ്പോഴും മാർത്താണ്ഡവർമ്മയെ രാജാവ് ആകണമെന്നായിരുന്നു അത്ര ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു അദ്ദേഹം അവിടെ തുടർന്നത്. ആ സമയത്തൊന്നും മാർത്താണ്ഡവർമ്മയ്ക്ക് ആയുധ പരിശീലനവും മറ്റു കാര്യങ്ങളൊന്നും കാര്യമായി കിട്ടിയിരുന്നില്ല. പിന്നീട് അനന്തപത്മനാഭനാണത്രേ ഈ 64 അഭ്യാസങ്ങളും 6 മാസം കൊണ്ട് പഠിപ്പിക്കുന്നത് ഈ മാർത്താണ്ഡവർമ്മയ്ക്ക്. പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ ബോഡി ഗാർഡായിട്ട് അല്ലെങ്കിൽ അംഗരക്ഷകനായിട്ട് അനന്തപത്മനാഭൻ മാറുന്നു. അനന്തപത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അത് പിന്നീടുള്ള വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞ് എന്തായാലും നെയ്യാറ്റിൻകരയിൽ നിന്ന് മടങ്ങി ഇവിടെ താമസിച്ചു. ഈ താമസിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ തിരുമല പെരുമാളിനെ നേരിട്ട് തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അനുചരനായിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിനെ അല്ലെങ്കിൽ കൂടെ കൂടിയിട്ടുള്ള ഒരു സെർവന്റ് എന്ന് പറയാം എന്ന് വിചാരിക്കുന്നു, അദ്ദേഹം വിഷം കൊടുത്തു കൊന്നു എന്നാണ് പറയുന്നത്. അതായത് കുഞ്ചു നീലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വിഷം കൊടുത്തു കൊന്നു ഈ തിരുമല പെരുമാളിനെ എന്ന് കാണാനുണ്ട്. അത് 8 വീട്ടിൽ പിള്ളമാരുടെ അനുയായി ആയിരുന്നു ഇദ്ദേഹം, അല്ലെങ്കിൽ ശത്രു, മാർത്താണ്ഡവർമ്മയുടെ ശത്രുവാണ് എന്ന് വിശ്വസിക്കുന്നു അനന്തപത്മനാഭൻ. അങ്ങനെ പിന്നീടാണ് അവര് മാങ്കൂട്ടത്തിലേക്ക് വരുന്നത്. അതായത് മാങ്കൂട്ടത്തിലല്ല മാങ്കോട് വരുന്നുണ്ട്. അപ്പൊ ഈ മാങ്ങോട് വന്നിട്ട് അവിടെ മാങ്ങോട് ആശാനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംരക്ഷണം മുഴുവനും ഈ മാങ്ങോട് ആശാനെയാണ് അനന്തപത്മനാഭനെ ഏൽപ്പിക്കുന്നത്. അവിടെ 64 മുറിയുണ്ട് ആ വീടിന്. അവിടെയാണ് അവർ താമസിക്കുന്നത്. അപ്പോ ഇവിടെ വെച്ചിട്ടാണ് ഈ മാർത്താണ്ഡവർമ്മ മുണ്ടൻ എന്ന് പറയുന്ന ഒരു അടിമയെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിൽ ആകർഷനായ അദ്ദേഹത്തിനെ സ്വന്തം ചാരനാക്കിയിട്ട്, അതായത് മാർത്താണ്ഡവർമ്മയുടെ വേഷം ധരിച്ച് പലപ്പോഴും ഇവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിലേക്കും, അതായത് 8 വീട്ടിൽ പിള്ളമാർ ഇവരെ തെരഞ്ഞുകൊണ്ട് നടക്കുക എന്നാണ് തമ്പി ബ്രദേഴ്സും ഒക്കെ. അവരുടെ ആ ഒരു ഇത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റൻഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞയച്ചിരുന്നു എന്നാണ് മുണ്ടനെ കുറിച്ചിട്ട് പറയുന്നത്. മുണ്ടൻ അവസാനം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഈ മാർത്താണ്ഡവർമ്മ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ തെരഞ്ഞു പോകുന്ന 8 വീട്ടിൽ പിള്ളമാര് ഒരുപാട് കൊടും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ആളുകളുടെ വിരലുകൾ ഛേദിക്കുക, ചെവി മുറിക്കുക, അങ്ങനെയൊക്കെ കുറെ പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് അനന്തപത്മനാഭൻ
തിരിച്ചു വരുന്നു. അതായത് ഇനി എന്താണ് ഇതിനെ നേരിടേണ്ടത് എന്ന് വിചാരിച്ച അദ്ദേഹം ഈ 108 കളരി ആശാന്മാർക്ക് ഒരു ഓല അയക്കുന്നുണ്ട്. എന്നിട്ട് അവരൊരു യോഗം കൂടുന്നുണ്ട്. അതായത് തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത്, പുറക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ 108 ആശാന്മാരും ചേർന്ന് അങ്ങനെ അവര് മാർത്താണ്ഡവർമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അനന്തപത്മനാഭനാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാന കാരണം അല്ലെങ്കിൽ ഹേതു എന്ന് പറയുന്നത്. അങ്ങനെ ഇത് പരസ്യമായി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എട്ടുവീട്ടിൽ പിള്ളമാർ അത്രയും സ്ട്രോങ് ആണ്, അത്രയും ഇതാണ്. അതുകൊണ്ട് രഹസ്യമായിട്ട് പിന്താങ്ങുകയും പരസ്യമായിട്ട് അവർ എട്ടുവീട്ടിൽ പിള്ളമാരുടെ കൂടെ വന്ന് അവരുടെ നീക്കങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയുമാണ്, അല്ലെങ്കിൽ അവര് ആ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തു ഇദ്ദേഹത്തിന്. പിന്നീട് ഒരു ദിവസം ഈ മാങ്ങോട് ഇദ്ദേഹം മാർത്താണ്ഡവർമ്മയുണ്ട് എന്നറിഞ്ഞ് ഈ തമ്പിമാരുടെ അനുചരന്മാരും അതുപോലെ ഈ എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഒക്കെ പടയാളികള് ഈ വീട്, ഈ 64 മുറികളല്ല, ഈ വീട് വളഞ്ഞു. അവര് വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അനന്തപത്മനാഭൻ അവിടെ ഉണ്ടായിരുന്നില്ല. മാർത്താണ്ഡവർമ്മയ്ക്ക് ഇത് ഇങ്ങനെ വളയുന്നുള്ള വിവരം മുൻകൂട്ടി കിട്ടിയത് കൊണ്ട് അദ്ദേഹം കുറച്ച് അകലെ, കുറച്ച് സേഫ് ഡിസ്റ്റൻസിൽ അദ്ദേഹം പോയിരുന്നു. ഇവര് വീടിനുള്ളിൽ പരിശോധിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, വീട് അഗ്നിക്കിരയാക്കി. ആ സമയത്താണ് അനന്തപത്മനാഭൻ വരുന്നത്. അദ്ദേഹം വന്ന ഉടനെ തന്നെ ഈ ജനക്കൂട്ടത്തെ അദ്ദേഹം പയറ്റുന്നുണ്ട്. വളരെയധികം അവരെ ആ ആയുധങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വളരെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം മുഴുവൻ പുറത്തേക്കെടുത്ത് പലരെയും കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടിയിട്ട് അവർ നേരെ കൽക്കുളത്ത് വന്ന് ഈ തമ്പിമാരോട് നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഒരു പ്രമേയം, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. CV രാമൻപിള്ളയുടെ നോവലില് ഈ ഒരു ഫൈറ്റിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോ ഇനി ഇദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചിട്ടൊക്കെ പല രീതിയിലാണ് പറയുന്നത് അനന്തപത്മനാഭൻ. അതിൽ അദ്ദേഹത്തിനെ അപകടപ്പെടുത്തി, പിന്നീട് പത്താന്മാരുടെ കൂടെ പോയി അദ്ദേഹം അവിടെ വൈദികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ലാസ്റ്റ് തിരിച്ചു വന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വാളും അതുപോലെ കോപ്പർ പ്ലേറ്റില് എഴുതിയിട്ടുള്ള ഒരു ഡെപിക്റ്റ് ഉണ്ട്. അതൊക്കെ ഇപ്പോഴും വരദരാജന്റെ വീട്ടിലൊക്കെ ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തായാലും ഊഹാപോഹങ്ങളുടെ പിന്നാലെ വല്ലാതെ പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.